കാലങ്ങൾ കടന്നു പോകുമ്പോൾ എല്ലാവരിലും മാറ്റങ്ങൾ വരാം. ഇന്ന് നമ്മളെ ചേർത്ത് നിർത്തിയവർ നാളെ നമ്മളെ മാറ്റി നിർത്തിയെന്ന് വരാം. മനുഷ്യനല്ലേ, അവരുടെ മനസ്സിലെ മുൻഗണനകൾ മാറുമ്പോൾ നമ്മുടെ സ്ഥാനത്തിനും മാറ്റങ്ങൾ വരാം. ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് കടലിലെ തിരകൾ പോലെയാണ്. ചിലപ്പോൾ ശക്തമാകാം, ചിലപ്പോൾ ശാന്തമാകാം. തിരകളില്ലാത്ത കടലില്ല എന്ന് പറയുന്ന പോലെ പ്രശ്നങ്ങളില്ലാത്ത ജീവിതമില്ല. നമ്മളെ പിന്നിലാക്കുന്നത് നമ്മൾ തന്നെയാണ് പ്രിയപ്പെട്ടവരെ. നമ്മളെ ചേർത്ത് നിർത്തിയവർ അകന്നു പോകുമ്പോൾ, ജീവിതം പ്രതിസന്ധിയിൽ തളരുമ്പോഴൊക്കെ നമ്മൾ നമുക്ക് തന്നെ കരുത്തായി മാറണം. അതായത് ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണെന്നും ഇവയൊന്നുമില്ലാത്ത ജീവിതമില്ല എന്നും നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. അതിനുവേണ്ടി നമ്മൾ നമ്മളെ തന്നെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ തന്നെ സ്വയം മാറണം. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ജീവിതം നമ്മൾ അവസാനിപ്പിക്കണമെന്നേ. നിങ്ങൾക്ക് എത്രത്തോളം ഞാനീ പറയുന്നത് ബോധ്യപ്പെടുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ടോണി റോബിൻസൺ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇഫ് യു ആർ ഫോക്കസിങ് ഓൺ ദ മിസ്സിംഗ് പാർട്ട് യു വിൽ ഡൈ സാഡ്. കാരണം മരണം വരെ നമ്മളിൽ എന്തെങ്കിലുമൊക്കെ മിസ്സിംഗ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ജീവിതത്തിലെ എന്ത് കാര്യങ്ങളായിക്കോട്ടെ അവയെ സ്വയം പര്യാപ്തമാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. മറ്റുള്ളവരെയോ ഈ സമൂഹത്തെയോ ഒന്നും നമുക്ക് മാറ്റാൻ പറ്റുമോ? എന്നാൽ നമ്മളെ നമുക്ക് മാറ്റാൻ പറ്റും. എപ്പോഴൊക്കെ പിന്തള്ളപ്പെടുന്നോ, പിന്നിലേക്ക് പോകുന്നു, അപ്പോഴൊക്കെ നമ്മൾ തന്നെ മുന്നിലേക്ക് വരണം. നമ്മൾ തന്നെ നമ്മളെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുവരണം. നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ, നമ്മളെ വളർത്താൻ നമുക്ക് നമ്മളല്ലാതെ ഈ ലോകത്തിൽ വേറെ ആരുമില്ല എന്നുള്ള സത്യം മനസ്സിലാക്കി വേണം ഓരോ നിമിഷവും നമ്മൾ മുന്നോട്ട് പോകാൻ. തുറക്കട്ടെ മനസ്സുകൾ.